നിങ്ങളുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. സ്ത്രീകളോട് ഞാൻ പറയണം, ഒരു കുഞ്ഞി മോതിരം ഊരിയിട്ടാ മതി, അല്ലാഹു കൂലി തരും. ഇത് പടച്ചോനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഖേദിക്കും ഒരു കാലത്ത് ഇതൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. നമ്മളെല്ലാവരും ഒരുങ്ങി, ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഒരു ബക്കറ്റുള്ള കാലത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ ബക്കറ്റും കൊണ്ട് അങ്ങനെ പോയാൽ മതി, കാര്യങ്ങൾ നടന്നോളും. ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിലെ മുജാഹിദ് പ്രസ്ഥാനങ്ങളോട് ഒരു അടുപ്പം, മനസ്സിലെ ഒരു ചിന്ത തോന്നിയതിന്റെ 2000 പറക്കണ ഒരു ദിവസം ഉണ്ടായിരുന്നു, ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ഡേ. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ്. അന്ന് 2000 അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിലെ പ്രസംഗിക്കണം. അപ്പൊ വയലിങ്ങനെ പറഞ്ഞു, മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിൽ പ്രകാശം കിട്ടാൻ, അവരുടെ ഖബർ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സ്വതക്ക ചെയ്ത് ദുആ ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ആളുകളുടെ അടുത്തുനിന്ന് സ്വതക്ക തരുന്നത് ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ. ആ സമയത്ത് ഉമ്മാന്റെ 2 കമ്മൽ ഊരിട്ട് എൻ്റെ കയ്യിൽ തന്നത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്നറിയോ, ആകെ ഉമ്മാന്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന 2 കമ്മല് അത് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, സത്യത്തിലെ ഒരു ഉമ്മ വളർത്തിക്കൊണ്ടുവരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഖബറിൽ വെളിച്ചം കിട്ടാൻ, പിന്നെ ഖബർ വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെ ഒക്കെ മനസ്സിന്റെ ലോലതയെ അവിടെ ചൂഷണം ചെയ്യണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ട്, ഇതൊന്നും അല്ലാഹ് എന്തായാലും കാരുണ്യവാനായ റബ്ബൊന്നും ഇങ്ങനത്തെ ഒരു ദീനിനെ പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ്. സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലൊക്കെ ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ചൂഷണങ്ങൾ വലുതാണ്. പണം നിങ്ങൾ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാൻ, അള്ളാന്റെ ദീനിൽ എവിടെയും കച്ചവടമില്ല. പക്ഷേ എല്ലാ സദസ്സിലും ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അരയാഭരണങ്ങൾ, മാലകൾ, പാദസരങ്ങൾ ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. അവിടെ നിന്ന് ആ രീതിയിലൂടെ പണം പിരിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. മുജാഹിദിന്റെ പെണ്ണുങ്ങളെ പീന്ന് കാണുന്ന നിങ്ങൾക്ക് ആന്ന് വെച്ചോട്ടാ മോനെ, പീഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് പൈസ അല്ല, പൊന്ന്. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് കേട്ടോ, ഖലീൽ തങ്ങൾ സലാത്തി ചൊല്ലിട്ട് പിരിവെടുക്കുമ്പോ ഞങ്ങളൊക്കെ എടുക്കാറുണ്ട് പിരിവ്. ജനങ്ങളെ നമുക്ക് അള്ളാഹിനോട് ദ്വാരക്ക, സ്വർഗം തരാനും നിങ്ങൾക്ക് നിയമത്ത് തരാനും രോഗമാനൊക്കെ ദ്വാരക്കാന്നേ പറയുള്ളൂ. ഇവർ ഓഫറാ. മൗലവി പറയാ സ്വർഗം വേണോ സ്വർണം വേണോ, മൂപ്പരെ ഏൽപ്പിച്ചല്ലേ ഇത് കൊടുക്കാനേ. സ്വർഗം കൊടുക്കാൻ ഏൽപ്പിച്ച മൗലവി, സ്വർഗം വേണോ സ്വർണം വേണോ, 5 പവന് അരഞ്ഞാണോ എല്ലാം ബക്കറ്റിലും കിട്ടോളി. ഇയാളാ പറയുന്നത് അതേ പ്രസംഗത്തില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇനി ഒന്നും കൂടി കേട്ടോളി. ഇയാൾ എന്നെ പറയുന്നത് വലിയ പൈസയാണെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് എനിക്ക് അയച്ചു തന്നാ മതി. അതൊന്ന് കേട്ടോളി. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കണ്ടില്ലേ, മൂപ്പരായിട്ട് ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങിയിട്ട് അയച്ചു കൊടുക്കുക പെണ്ണുങ്ങൾ. നല്ല കോളായി. പിന്നെ ഇനി വേറൊരാള് പെരുന്നാളിന് പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നു. അയാളെന്നാ എന്നാ വെച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആഭരണങ്ങൾ ഈദ് മുസല്ലയിലെ ബക്കറ്റുകളിൽ അയച്ചിടൂ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും. അപ്പൊ ആഭരണങ്ങളൊക്കെ ബക്കറ്റിൽ കൊടുക്കണമെന്നാ പറയുന്നത്. എന്നിട്ടോ ആലിമീങ്ങളെയും തങ്ങന്മാരെയും ചോദ്യം ചെയ്യാം.